ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. പിന്നെ ഇതാ ഞാൻ തറവാട്ടിലോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ നേർച്ചയുണ്ട്, അത് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തലേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നേർച്ചൻ്റെ ദിവസമാണ്. അപ്പോൾ ഇതാ നേർച്ചയ്ക്ക് വൈകുന്നേരം ബിരിയാണി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വെള്ളം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെ നമ്മൾ ഇസ്റ്റേറ്റുമായിട്ട് ഈ വീട്ടിൽ നിന്നാണ് കേട്ടോ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഇതാ മോനെയും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വെള്ളം എടുക്കാനൊന്നും മാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ഇടുപ്പൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കാതെ ഇരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് തോന്നുന്നു. അതിനുശേഷം എന്താ ഞാൻ കോരിന് കണ്ടിട്ട് മോനും വന്ന് പിന്നീട് ഇതാ കോരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളം. അങ്ങനെ ഒരുവിധം വലിച്ച് മേളിൽ എത്തിച്ചിട്ടുണ്ട്. അവൻ ഞാൻ വലിക്കുന്നത് കണ്ടിട്ട് സിമ്പിളായിരിക്കും വിചാരിച്ചാൽ അവനും ചേർന്ന് വലിച്ചാണ്. അവനിക്ക് കഷ്ടം മനസ്സിലായപ്പം അവൻ ഒരു ബക്കറ്റോട് കൂടി മതിയാക്കിട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ നേർച്ചയ്ക്കുള്ള അപ്പത്തിനുള്ള മാവ് കുഴക്കണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെയാണ്. അരിപ്പൊടിയിലോട്ട് ജസ്റ്റ് എന്താ പറയുക, ബെല്ലപ്പാവ് ഉരുക്കി വീത്തിയിട്ടുണ്ട്. അതിലോട്ട് പിന്നെ ചെറുതായി അരിഞ്ഞ തേങ്ങകളും ചേർത്തിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കുഴച്ച് വെക്കണം കേട്ടോ. അതിന് ശേഷം ഉച്ചയ്ക്കാണ് അപ്പം വെത്താൻ തുടങ്ങുക. അപ്പോഴാണ് നേർച്ച പുറപ്പെടുക. അപ്പോൾ അതിന് മുമ്പ് അപ്പപ്പെട്ടി വെക്കാനുള്ള അപ്പങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നാണ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നേർച്ച വരുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ പോയിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്താണ് അമ്മായിയുടെ മക്കളൊക്കെ വന്ന് തുടങ്ങിയത്. ഇവരൊക്കെ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു നേർച്ച പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അങ്ങനെ അത്താൻ്റെ ജ്യേഷ്ഠനാണ് എല്ലാ വർഷവും നേർച്ച കൊണ്ടുപോകണം തിരുവത്തപ്പള്ളിയിലോട്ട്. 40 വർഷമായി നേർച്ച കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പ്രത്യേകത കൂടി ഈ നേർച്ചയ്ക്കുണ്ട്. അങ്ങനെ അപ്പപ്പെട്ടി വെക്കാനുള്ള അപ്പമൊക്കെ അമ്മയും അമ്മായിയൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വെളിച്ചെണ്ണയിലാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. കറക്റ്റ് ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേർച്ച ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇളാമ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള ഫുഡ് വാരി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ നനയാതെ നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മുടെ നേർച്ച പുറപ്പെടാനായിട്ടുണ്ട് കേട്ടോ. അത് അപ്പപ്പെട്ടിയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പോയി വീഡിയോ എടുത്തു കേട്ടോ. ഇനി ഇതിൽ ഓരോ പെട്ടിയിലും ആദ്യം നമ്മളുടെ അവിടെ നിന്ന് അപ്പം ഇടും. പിന്നെ വെളിയിൽ നിന്ന് ആൾക്കാർ തരുന്ന അപ്പവും സ്വീകരിക്കും കേട്ടോ. അങ്ങനെ അപ്പപ്പെട്ടി നിറച്ചിട്ടുണ്ട്. വല്യമ്മ എടുത്ത് കൊടുത്തിട്ട് പെരിയത്ത എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പപ്പെട്ടി നിറച്ചതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിട്ടാണ് പോവുക. അപ്പോൾ എല്ലാവരും വരിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നേർച്ചയ്ക്ക് 4 ആനകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 അപ്പപ്പെട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ നേർച്ചയ്ക്ക് പുറപ്പെടുന്നത് കാര്യങ്ങളൊക്കെ വീഡിയോസും ഫോട്ടോസായിട്ട് ഇതവിടെ എടുക്കാൻ ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്. അവർ ഫോട്ടോ എടുക്കാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. വരുന്നതാണ് എൻ്റെ അത്താൻ്റെ ജ്യേഷ്ഠൻ. 2 പേരും ഇരട്ടകളാണ് കേട്ടോ. അങ്ങനെ പതുക്കെ നേർച്ച ഇവിടുന്ന് പുറപ്പെടുകയാണ്. എപ്പോഴും നമ്മൾ തറവാട്ടിൽ നിന്നാണ് നേർച്ച പുറപ്പെടുക. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് പോയത്. സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാ പ്രാവശ്യം ഞങ്ങളൊരു സെൽഫി എടുക്കാറുണ്ട്. അങ്ങനെ പ്രാവശ്യം എടുത്തു. അങ്ങനെ നേർച്ച പുറപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് കുറച്ച് ദഫ്മുട്ടും കാര്യങ്ങളൊക്കെ കളിച്ചതിന് ശേഷമാണ് നേർച്ച പുറപ്പെടുക. ഇനി അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ തന്നെ പോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ സെൽഫി എടുക്കുന്ന ടൈമാണ്. സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേർച്ചൻ്റെ തുടക്കം ഒന്ന് കണ്ടാലോ.
അങ്ങനെ നേർച്ചയൊക്കെ പുറപ്പെട്ട് പോയതിന് ശേഷം ഒന്ന് വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്ഥിരം ഷോപ്പായ മിൽമയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ചായയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ചായയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ് കേട്ടോ. ഞങ്ങൾ എന്ന് തറവാട്ടിന് അങ്ങോട്ട് വന്നാലും ഞാൻ ഈ കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു വന്ന ശേഷം എന്താ അടുപ്പ് കത്തിക്കാനുള്ള ഒരുക്കം കേട്ടോ. ബിരിയാണി വെക്കണ്ടേ, വൈകുന്നേരം ഞങ്ങൾക്ക് ബിരിയാണിയാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. അതാ സാധനങ്ങളൊക്കെ എല്ലാവരും കൂടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ബിരിയാണി തന്നെ ഉണ്ടാക്കും കേട്ടോ. എല്ലാവർക്കും, നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും, ബന്ധുക്കൾ പലയിടത്തുനിന്ന് വരും. അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ബിരിയാണി കണക്കാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ബിരിയാണി വയ്ക്കുക. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് ആ നേരത്ത് അറിയുന്നവർ വന്നാൽ പോലും അവർക്കും കൂടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ളത് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി വയ്ക്കുക. അങ്ങനെ എല്ലാവർക്കും ഉള്ള ബിരിയാണിയാണ് ഇവിടെ റെഡി ആവണത്. അങ്ങനെ കുറച്ച് നേരം ഞാനൊന്ന് ഇളക്കാൻ വിചാരിച്ചു കേട്ടോ. ഇളക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിൻ്റെ പുക വന്നിട്ട് കണ്ണിൽ അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് കുറച്ച് ഇളക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈവനിങ് ടൈമിൽ കൂടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഇരുന്നിട്ട് ഇതുപോലെ ബിരിയാണി കാര്യങ്ങളൊക്കെ വെക്കണം. നല്ല രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകൾ പറഞ്ഞിട്ടും കളിയാക്കിയിട്ടും ഒരുപാട് ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണെന്ന് തന്നെ പറയാം. അപ്പോൾ അമ്മായിൻ്റെ പറഞ്ഞു ഇളക്കണം കൊണ്ട് കൂടുതൽ ടേസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ഇളക്കണമ്പോൾ അമ്മായിൻ്റെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അമ്മായിയാണ് ഈ ബിരിയാണിൻ്റെ മെയിൻ കേട്ടോ. അങ്ങനെ പുകഞ്ഞ് കണ്ണൊക്കെ ഒരുവിധം ആയപ്പോൾ ഞാൻ കുറച്ച് മാറിയിട്ട് അതിന് ശേഷം എൻ്റെ കാലാമ്മൻ്റെ മോള് വന്ന് നിന്നു കേട്ടോ. കുറച്ച് അവളാണ് ഇനി ഇളക്കാൻ പോണത്. അപ്പോൾ കുറച്ച് അവളിനെയും കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഇറച്ചിയൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫ്രണ്ടിൽ പോയിരുന്നു കുറച്ച് നേരം ബിരിയാണി ആവണ വരെ. അപ്പോൾ നമ്മുടെ സവാരി വണ്ടികളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ അമ്മായിൻ്റെ മക്കളാണ്. അപ്പോൾ ഇവർക്കും ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കുട്ടി ഫാൻസാണ് കേട്ടോ. ഇവരൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണ്. അതിനുശേഷം ഈവനിങ് ടൈം ആയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. ഒരു 7 മണിയാവുന്ന സമയത്താണ് നേർച്ച തിരിച്ച് വരിക. അപ്പം നമ്മൾ അതും കാത്ത് നിൽക്കുകയാണ്. നേർച്ച എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മളുടെ രാത്രി ടൈമാണ് കേട്ടോ. രാത്രി 1 മണിക്കാണ് നേർച്ച കൊഴൽമന്തെന്ന് പുറപ്പെടുക. അപ്പോൾ ഞങ്ങളും അതിനോടൊപ്പം പോകും. അതിന് വേണ്ടിയിട്ട് 1 മണിക്ക് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീച്ചതിന് ശേഷം നേർച്ച പോകുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ നേർച്ചയ്ക്ക് ഇതേപോലെ കുട്ടികളെ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉറക്കമൊഴിച്ചിരിക്കണം കാരണം ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ പോവുകയാണ്. അപ്പം നമ്മുടെ പിറകിലായിട്ടാണ് ഈ ചെണ്ടയും അതുപോലെ തന്നെ എന്താ പറയുക ദഫ്മുട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ആദ്യമൊന്നും ഞാൻ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1 വർഷം പോയപ്പോൾ പിന്നെ നമുക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് പോകുന്നു.
ഇവരോടൊപ്പം എല്ലാവരോടൊപ്പം പോകും കേട്ടോ. അങ്ങനെ നേർച്ച പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം തുടങ്ങുന്ന സമയത്ത് അടുത്തുള്ളൊരു പള്ളിയുണ്ട്, തോട്ടുങ്ങൽ പള്ളി. അതിൽ കയറിയിട്ടാണ് കേട്ടോ പോവുക. അതിൽ ദ്വാർന്നതിന് ശേഷമാണ് നമ്മൾ നേർച്ച പിന്നീട് തുടങ്ങുക. അപ്പോൾ അതിലേക്കാണ് എല്ലാവരും പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ വെളിയിൽ തന്നെ ഇരുന്നു. അവരെല്ലാവരും ഉള്ളിൽ പോയിട്ട് ദ്വാർന്നിട്ട് വരുന്നവരെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരിനെ ഇനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം അങ്ങോട്ട് സൈലൻ്റ് ആയിരുന്നു. അതിന് ശേഷം നേർച്ച പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ എല്ലാവരിനെയും നടക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്താൻ്റെ ജ്യേഷ്ഠൻ നടത്തുന്നതുകൊണ്ട് തന്നെ കുറച്ച് ധൈര്യത്തിൽ നേർച്ചയ്ക്ക് പോകുക, വേറെ ഏതിലും പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വെറുതെ പോണതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലം എത്തിയപ്പോൾ നമുക്ക് അവിടെ ചായയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് അവിടെ ദഫ്മുട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിക്കുന്നത്. അമ്മായി സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നിന്നിട്ടുണ്ട്. ഇപ്രാവശ്യം തമ്പോലമാണ് കൊട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിരുന്നു കേട്ടോ. കാതൊക്കെ നമ്മുടെ അടച്ചിട്ടുണ്ടായിരുന്നു, അത്രയ്ക്കും സൗണ്ടാണ് അതിന് ശേഷം തിരുവത്തപ്പള്ളി എത്താനായിട്ടുണ്ട്. അപ്പോൾ പടക്കം പൊട്ടിക്കൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും ഞാൻ തിരുവത്തപ്പള്ളിയിലോട്ട് ഇങ്ങനെ നടന്നു പോയിട്ടില്ല കേട്ടോ. ഒരു വർഷം മുമ്പൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് അമ്മായിമാരുടെ കൂടെ നടക്കാൻ പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ തുടരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഇപ്രാവശ്യം അങ്ങനെ കൂടി നിറയെ പേരുണ്ട് കേട്ടോ. ആദ്യമൊക്കെ 1-2 പേരെയാണ് പോകുള്ളൂ. അമ്മായിമാരാണ് സ്ഥിരമായിട്ട് നേർച്ചൻ്റെ ഒപ്പം നടക്കാൻ പോവുക. ഞങ്ങളൊന്നും പോകാറില്ല. ഇപ്രാവശ്യം എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ പള്ളിയിലെത്തണ വരെ ഇതേപോലെ നടത്തമാണ്. നമ്മളിങ്ങനെ നടന്നിട്ട് തന്നെ പോകണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കും കേട്ടോ. നേർച്ച നിർത്തിയിട്ട് ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കും. അതിന് ശേഷം വീണ്ടും നേർച്ച തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് വന്ന് ചേരും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടാണ് പോവുക. ഏറ്റവും വലിയ നേർച്ചയാണ് നമ്മുടെ കോൾമന്ത നേർച്ച. അത് കാണാൻ വേണ്ടിയിട്ട് നിറയെ ജനങ്ങളുണ്ടാവും കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ ഇത് കണ്ടോ, നിറയെ ജനങ്ങളുണ്ട്. ഇത് തിരുവത്തപ്പള്ളി എത്താനായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ജനങ്ങളാണ്. അപ്പോൾ ആനയൊക്കെ ഓരോന്നായിട്ട് അണിനിരത്തിട്ട് നമ്മൾ തിരുവത്തപ്പള്ളീൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു 2-3 ദഫ്മുട്ട് കാര്യങ്ങളൊക്കെ കളിക്കും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അവിടെ നിന്ന് നേർച്ച വന്നു. അങ്ങനെ ഞങ്ങളുടെയാണ് അവസാനത്തെ നേർച്ച. അങ്ങനെ അത് ദഫ്മുട്ട് കളിക്കുമ്പോഴേക്കും ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് വന്നിരിക്കുകയാണ്. കുറച്ച് നേരം നടന്നു വന്നതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.